ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സാക് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രിപ്പ് പോവാണ്. ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പല്ല, പെട്ടെന്ന് ഉണ്ടായ ഒരു ട്രിപ്പാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയിരുന്നു. അവരിപ്പോൾ മഞ്ഞ് മലയൊക്കെ കണ്ട് വന്ന ശേഷം എനിക്കും ഒരു ആഗ്രഹം മഞ്ഞ് മലയൊക്കെ ഒന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ ഉള്ള പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ്. അപ്പോൾ വിശേഷങ്ങൾ വഴിയെ ഞാൻ പങ്കുവെക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ നല്ല വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സി യു. അപ്പോൾ ഫ്രണ്ട്സ്, നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ്. ഫസ്റ്റ് ടൈമാണ് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയായിട്ടും സ്നോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ ഉസ്ബെക്കിസ്ഥാനിൽ പോയി ഈ സ്നോ ഒക്കെ കണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് പോകണം തോന്നി. അങ്ങനെ ഞാൻ നമ്മുടെ ആക്ച്വലി ഇത് ചിംഗാൻ എന്ന് പറഞ്ഞ മലമുകളിലാണ് ഈ സ്നോ ഉള്ളത്. തഷ്കന്തിൽ ഇറങ്ങിയിട്ട് വേണം ചിംഗാനിലോട്ട് പോകാൻ. അപ്പോൾ തഷ്കന്തിലോട്ടുള്ള ഫ്ലൈറ്റ് ഇത്തിരി റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ സമർക്കന്തിൽ പോയിട്ട് സമർക്കന്തിൽ നിന്ന് ബൈ ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ തഷ്കന്തിൽ പോയി തഷ്കന്തിൽ നിന്ന് തിരിച്ച് ചിംഗാൻ മലകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് പ്ലാന്. പിന്നെ ബുള്ളറ്റ് ട്രെയിനിലാണ് പോകുന്നത്. രണ്ട് ടൈപ്പുള്ള ട്രെയിനുണ്ട് അവിടെ. നോർമൽ ട്രെയിനും ഉണ്ട്, പിന്നെ ബുള്ളറ്റ് ടൈപ്പുള്ള ട്രെയിനും ഉണ്ട്, അത് സ്പീഡ് ട്രെയിനും ഉണ്ട്. നോർമൽ ട്രെയിനിന് ഓൾമോസ്റ്റ് 4.5 മണിക്കൂർ, 4.5 hours ട്രാവലിംഗ് ടൈം. അതേ സ്ഥാനത്ത് ബുള്ളറ്റ് ട്രെയിനിന് 2 hours and 25 minutes അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്ലാൻ എങ്ങനെയാണ്, സമർക്കന്തിൽ പോവും. സമർക്കന്തിൽ ഇറങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് സമർക്കന്തിൽ ഞാൻ എത്തുക. അറൗണ്ട് 10 o'clock അവിടെ എത്തുക മോർണിംഗിൽ. അന്ന് പിന്നെ ട്രെയിനുള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതിന് പോയിട്ട് എനിക്ക് കാര്യമില്ല. അപ്പോൾ സമർക്കന്തിൽ പോയി അവിടുന്ന് പിറ്റേ ദിവസം പുലർച്ചയ്ക്കുള്ള ട്രെയിനിന് തഷ്കന്തിലോട്ട് പോകും. എന്നിട്ട് അവിടുന്ന് ടാക്സി എടുത്തിട്ട് ചിംഗനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്. അപ്പോൾ ബുള്ളറ്റ് ട്രെയിനിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം, പിന്നെ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ശേഷം ബാക്കി ഇനി അവിടുന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയതിന് ശേഷമുള്ള വീഡിയോസ് കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ സമർക്കന്തിൽ ലാൻഡ് ചെയ്തു. ഇപ്പോൾ സമയം 9:40 രാവിലത്തെ. ഓക്കെ, ഇനി എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങും. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ UAE റെസിഡൻസിന് ഇവിടെ വിസ ഓൺ അറൈവലാണ്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും, UAE റെസിഡൻസിന്റെ എമിറേറ്റ്സ് ഐഡിയും അവിടെ എമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ സീല് വെച്ച്, നമ്മൾ പാസ്പോർട്ടിൽ സീല് വെച്ച് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് ഹോട്ടലിലേക്കൊക്കെ പോകാനാണെങ്കിൽ 2 രീതിയിലുള്ള ടാക്സികൾ അവൈലബിൾ ആണ്. ഒന്ന് പ്രൈവറ്റ് ആയിട്ട് അവിടുത്തെ ലോക്കൽസ് ഓടിച്ചു പോകുന്ന ടാക്സികളുണ്ട്. പിന്നെ യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞുള്ള ടാക്സികളുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാൻഡെക്സ് ഗോയിൽ നമ്മൾ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കാണിക്കാം. ഇപ്പോൾ നോർമലി ഇവിടുന്ന് സമർക്കന്ത് എയർപോർട്ടിൽ നിന്ന് പിന്നെ രജിസ്ഥാൻ സ്ക്വയറിലേക്ക്
ഏകദേശം $4 to $5 അവർ ചാർജ് ചെയ്യുന്നത്. അതിപ്പോൾ യാൻഡെക്സ് ഗോ ആണെങ്കിൽ അത്രയേ ചാർജ് ചെയ്യുന്നുള്ളൂ. പക്ഷേങ്കിൽ എന്താണ്, പ്രൈവറ്റ് ടാക്സി ആകുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ ചാർജ് ചെയ്യും. അങ്ങനെ ഞാൻ സിം കാർഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു അപ്പൂപ്പൻ വന്നു. അപ്പൂപ്പൻ ടാക്സി വേണമെന്ന് ചോദിച്ചു. രാവിലെ തന്നെ ഒരു കച്ചവടവും കിട്ടിയില്ല എന്ന് കരുതി ഞാൻ അപ്പൂപ്പനോട് ഓക്കെ പറഞ്ഞു. ആദ്യം പൈസയൊക്കെ പറഞ്ഞു. ഞാൻ ഓൾറെഡി എൻ്റെ യാൻഡെക്സ് ഗോയിലുള്ള പിന്നെ എമൗണ്ട് കാണിച്ചു കൊടുത്തു. എൻ്റെ ഹോട്ടലിലേക്ക് ഇത്രയേ വരുന്നുള്ളൂ എന്നുള്ളത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആള് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു മിതമായ ഒരു $6 ഞാൻ മൂപ്പരോട് സമ്മതിച്ചു. ഹോട്ടലിലേക്ക് പോവുകയാണിപ്പോൾ. അങ്ങനെ സമർക്കന്ദിലെത്തിയതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞു നേരെ ലഞ്ച് കഴിക്കാൻ പോയി. ഹോട്ടലിൽ പോയി, അതിനുശേഷം ലഞ്ച് കഴിക്കാൻ പോയി. പിന്നെ ഒന്നുകൂടെ രാജസ്ഥാൻ സ്ക്വയർ കാണാൻ വേണ്ടി വന്നു. ഇനി അടുത്തത് പിന്നെ കുറച്ച് സ്ഥലങ്ങൾ കൂടെ കാണും. ഒന്നും കൂടെ ഷാഹി സിന്ദ കാണാൻ പോവും, ബീബി ഖാനം മോസ്ക്, ഇതൊക്കെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. നാളെ രാവിലെ വരെ എനിക്ക് സമയമുള്ളത് കൊണ്ട് പിന്നെ ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് പോയി നേരത്തെ കിടന്നുറങ്ങാൻ നോക്കും. പുലർച്ചക്കാണ് ട്രെയിനുള്ളത്. ഇവിടുത്തെ 5:20, 5:25, 5:30 എന്ന് പറയാം, 5:30ക്കാണ് ട്രെയിന്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഏകദേശം ഒരു എന്താ പറയുക, അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ മറ്റുള്ള ലൊക്കേഷനിൽ വെച്ച് കാണാം. അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞാൻ കരീം ബേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് അടുത്ത് തന്നെയാണ് ഈ കരീം ബേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ്. നല്ല അടിപൊളി ആംബിയൻ്റ് ആയിട്ടുള്ള നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. പുറത്ത് ഇരിക്കാനുള്ള ഇഷ്ടം പോലെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഉള്ളിൽ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ അവിടെ ഒരു പാർട്ടി ഹാള് പോലെ നമുക്ക് ഡാൻസും പാട്ടും ഒക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരെ കൂടെ ഡാൻസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു നല്ലൊരു ഏരിയ ഉള്ള നല്ലൊരു ആംബിയൻ്റ് ആയിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ, ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല കബാബ്സും സ്റ്റേക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ സമർക്കന്ദിലാണ് നല്ല ഭക്ഷണം, അതും ചീപ്പായിട്ട് കിട്ടുന്നത്. അപ്പോൾ പോവുകയാണെങ്കിൽ ഒന്ന് കരീം ബേക്കിലെല്ലാം ഒന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവില്ല. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ രാവിലെ 4 മണിക്ക് 4:40, ഇവിടുത്തെ സമയം 4:40, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. വോക്സൽ സമർക്കന്ദിലെ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്നാണ് നമ്മുടെ ട്രെയിന് പോകുന്നത്. ഏകദേശം 4 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ തണുപ്പ് ഇവിടെ. അഫ്രിയോസോബ് ട്രെയിൻ, അതാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു പേരാണത്. അഫ്രിയോസോബ് ട്രെയിൻ എന്നാണ് പറയുക. നല്ല തണുപ്പാണ്. 4 ഡിഗ്രിയാണ് ഇപ്പോൾ തണുപ്പ്. കംപ്ലീറ്റ് പൊതിഞ്ഞിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഗ്ലൗസൊക്കെ കഴിച്ചാൽ നല്ല തണുപ്പാണുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ട്രെയിനിൽ വെച്ച് കാണാം. ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത് ഫെബ്രുവരി ലാസ്റ്റിലാണ്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് മഞ്ഞിൻ്റെ സ്ഥിതി എന്തൊക്കെയാണ്, സ്നോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ട്രെയിനിൽ വിശേഷങ്ങൾ കാണാം. Внимание, уважаемые пассажиры, на третий путь принимается поезд 120. അപ്പോൾ ഇതാണ് സമർക്കന്ദിലുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്നാണ് തഷ്കന്ദിലോട്ട് പോകുന്നത്. എല്ലാ ട്രെയിനും ഇവിടെ നിന്നാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഫ്രിയോസോബ് എന്ന് പറഞ്ഞുള്ള ബുള്ളറ്റ് ട്രെയിനും ഇവിടെ നിന്നാണ് പോകുന്നത്.
കുറേ കോഫി ഷോപ്പുകളും മറ്റുമായിട്ട് എയർപോർട്ട് പോലെ ഒരു ചെറിയൊരു മിനി സെറ്റപ്പാണുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ. അത്യാവശ്യം മോശമില്ലാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും നല്ല ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാവും എന്നുള്ളത്. രാവിലെ തന്നെ ഇത്രയും പുലർച്ചയായിട്ട് പോലും അത്രയും തിരക്കുണ്ട് ഇവിടെ, അത്രയും ആൾക്കാരുണ്ട്. ഇവിടുന്ന് സമർക്കന്ത് നിന്ന് തഷ്കന്തിലോട്ട് ബുള്ളറ്റ് ട്രെയിൻ, അതായത് നോർമൽ ട്രെയിനിന് പിന്നെ 4.5 മണിക്കൂർ എടുക്കുമെങ്കിലും ഈ ബുള്ളറ്റ് ട്രെയിനിൽ നമുക്ക് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 2 മണിക്കൂർ 20 മിനിറ്റ് അത്രയൊക്കെയാണ് എന്താക്കുന്ന ഇതിൻ്റെ സമയം, ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ സമയം. അപ്പോൾ നേർ പകുതിയാണ് ഈ ടൈം, ഇതിൻ്റെ യാത്രാ ടൈം. ബുള്ളറ്റ് ട്രെയിനും നോർമൽ ട്രെയിനും തമ്മിലുള്ള യാത്രയുടെ വ്യത്യാസം. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം. അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങി. ബുള്ളറ്റ് ട്രെയിൻ വരാമെന്ന് പോവുകയാണ്. 5 മിനിറ്റ് കൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ വരും. ഓക്കെ, പ്ലാറ്റ്ഫോമൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതേപോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെയാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്ലാറ്റ്ഫോമിനേക്കാളും നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണാമല്ലോ, അതിനേക്കാളും കുറച്ചും കൂടെ നല്ല വൃത്തിയും അച്ചടക്കവും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോരോ ബോഗിയുടെ നമ്പർ കണക്കായിട്ടിങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ബോഗി നമ്പർ 4 ഓക്കെ, അപ്പോൾ ദൂരത്തു നിന്ന് നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിന് ഏതാണ്ട് നമ്മുടെ അടുത്തെത്തി. എൻ്റെ ബോഗി നമ്പർ 4. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 7 കഴിഞ്ഞു, ഇനി 5. ഓക്കെ, ഇതാ എൻ്റെ ബോഗി നമ്പർ ഏതാണ്ട് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 നമ്പർ ബോഗിയിലാണ് ഞാൻ കയറുന്നത്. ഓക്കെ, നമ്മളത് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സീറ്റ് നമ്പറും ബോഗി നമ്പറൊക്കെ നമുക്ക് ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളവിടെ കയറുന്ന സമയത്ത് ഈ ഒരാൾ നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യും. നമ്മുടെ മൊബൈലിൽ ഉണ്ടായാൽ മതി ടിക്കറ്റൊക്കെ. അപ്പോൾ ഇയാൾ ചെക്ക് ചെയ്ത് നമ്മളെ ഗൈഡ് ചെയ്യും എങ്ങോട്ടാണ് നമ്മുടെ സീറ്റ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അങ്ങനെ ട്രെയിനിനുള്ളിൽ കയറി. അടിപൊളി വൃത്തിയും സെറ്റപ്പൊക്കെ ഉള്ളൊരു ട്രെയിനാണ്. എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത ആളില്ലേ, അവരും വേറൊരാളും കൂടെ നമുക്ക് ഫ്ലൈറ്റിലൊക്കെ ചായയും സ്നാക്സൊക്കെ കൊണ്ടുവരുന്നില്ലേ, അതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് ചായ കിട്ടും. ചായ എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണൽ ചായയായിട്ട് ഒരു ഗ്രീൻ ടീ പോലുള്ള ഒരു ചായയാണ് നമുക്ക് തരിക. പിന്നെ അതിൻ്റെ കൂടെ ഒരു പാക്കേജും ഉണ്ടാവും. ആ പാക്കേജിൽ നമുക്ക് ഉണ്ടാകുന്ന സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കാം. നമുക്ക് കിട്ടുന്നത് ഒരു കേക്ക് നമുക്ക് കിട്ടും, ഒരു ക്രോയ്സൻ്റ് പോലുള്ളൊരു കേക്ക്. പിന്നെ നമുക്ക് കോഫിയാണ് വേണ്ടെങ്കിൽ അവർ ഹോട്ട് വാട്ടർ നമുക്ക് തരും. ആ പാക്കിനുള്ളിൽ ഹോട്ട് വാട്ടർ ഉണ്ടാവും, കോഫി സാഷേ ഉണ്ടാവും, ഒരു സ്പൂണും ഉണ്ടാവും, പിന്നെ ഷുഗറും ഉണ്ടാവും. അതുപോലെ ഒരു ഹെഡ്സെറ്റും അത് ആ പാക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഹെഡ്സെറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ നമുക്ക് അവിടെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല മ്യൂസിക്കും നമുക്ക് കേൾക്കാൻ പറ്റും. ഉസ്ബെക്കിസ്ഥാൻ മ്യൂസിക് ഉണ്ട്, ഇംഗ്ലീഷ് മ്യൂസിക് ഉണ്ട്, റഷ്യൻ മ്യൂസിക് ഉണ്ട്. അങ്ങനെ പല മ്യൂസിക്കുകളും നമുക്ക് ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ട്രെയിനാണ്. നമ്മുടെ ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ആയാലും നമുക്കിപ്പോൾ വേസ്റ്റ് ഇടണമെങ്കിൽ അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട് വേസ്റ്റ് ഇടാനുള്ള. അത് നമുക്ക് അവിടെ കൊണ്ടുപോയി വേസ്റ്റ് ഇടാം. ഓക്കെ, അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി, നല്ല അടിപൊളി ടോയ്ലറ്റ് ഫെസിലിറ്റിയാണുള്ളത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ്. പിന്നെ അതുപോലെ നമുക്ക് പിന്നെ ഓരോ ബോഗിയിൽ നിന്ന് വേറൊരു ബോഗിയിലേക്ക് പോകാൻ എളുപ്പമാണ്. ഇത് നല്ല
എന്താ പറയുക, ഓരോ ബോഗികളും കണക്ട് ചെയ്തിരിക്കുന്നത് നല്ല സീൽ ചെയ്തിട്ടാണ്. ഇത് എയർ കണ്ടീഷൻ ആയതുകൊണ്ട് നല്ല സീലിങ്ങോട് കൂടിയിട്ടാണ് എന്തായിരിക്കുന്നത് ഓരോ ബോഗിയും കണക്റ്റ് ആയിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ല വലിയ ബാഗൊക്കെ വെക്കാനുള്ള സ്റ്റോറേജുകളുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ബാഗുകളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജുകൾ നമ്മുടെ സീറ്റിന് മേലെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ വേറെന്താ പറയുക, നമ്മുടെ ജാക്കറ്റ്സൊക്കെ ഹാങ് ചെയ്യാൻ നമ്മളെ സീറ്റിൻ്റെ അടുത്ത് ഹാങ്ങേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ട്രെയിനാണ് ഈ അഫ്രോസിയോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുള്ളറ്റ് ട്രെയിന്. സോ ഫ്രണ്ട്സ്, ഫൈനലി ഞാൻ തഷ്കന്തിലെത്തിയിരിക്കുകയാണ്. ഇനിയുള്ള പരിപാടി തഷ്കന്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കണം. ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ തന്നെ ഞാൻ ടാക്സിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ചിങ്കം മൗണ്ടനിലോട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ആളും എത്തുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് തഷ്കന്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അതുവഴിയാണ് നമ്മൾ പുറത്തോട്ട് വരിക. അപ്പോൾ അവിടെ ഇപ്പോൾ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തു. ട്രെയിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തു. ഇനി ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലാണുള്ളത്. അപ്പോൾ ഇതാണ് തഷ്കന്ത് റെയിൽവേ സ്റ്റേഷൻ. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിങ്കം സ്നോ മലകൾ എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ടാക്സി എത്തി. ഇതാണ് നമുക്ക് പോകേണ്ട ടാക്സി. ഓക്കെ, ഇയാളാണ് നമ്മുടെ ഗൈഡ് കം ഡ്രൈവർ. അയാൾ ബോളിവുഡ് സോങ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരെ ഓഡിയോ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയായിരുന്നു. കുറേ നേരം ശ്രമിച്ചു നോക്കി. യൂട്യൂബ് ബ്ലൂടൂത്ത് കണക്റ്റ് ആകുന്നുണ്ടാകുന്നില്ല. അപ്പോൾ ഈ സിറ്റിയിൽ കൂടെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവുകയാണ്. ഇനി ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര. ഇവിടുന്ന് ഏകദേശം ഇനി 1.5 മണിക്കൂറോളം യാത്രയുണ്ട് ചിങ്കാൻ മലകളിലേക്ക്. അപ്പോൾ സിറ്റി വിട്ട് പിന്നെ കുറേ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാലാണ് ചിങ്കാൻ മലകളിലെത്തുക. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഉസ്ബെക്കിസ്ഥാനിൽ മോസ്റ്റ് ഓഫ് ദ കാർസ് അത് ഷെവർലേയുടെ ആണ് കാറുകൾ ഉണ്ടാകുക. കൂടുതലും ഷെവർലേയുടെ ആണ്. 80% കാറുകളും ഷെവർലേയുടെ കാറുകളാണ് ഉണ്ടാകുക. അത് ഞാൻ നമ്മുടെ ഗൈഡിനോട് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞിരിക്കുന്നത് അത് അവരെ പ്രൊഡക്ഷനാണ് അവിടെ ഉസ്ബെക്കിസ്ഥാനിൽ. ആ കാറ് വാങ്ങിക്കുകയാണ്, ഷെവർലേയുടെ കാറ് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് ടാക്സ് കുറച്ച് കൊടുക്കും. അതേ സ്ഥാനത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഇമ്പോർട്ടഡ് കാറ് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ നല്ല ടാക്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് ഇനി അവിടെ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേഡിയംസാണത്. ഓക്കെ, ഇതൊക്കെയാണ് ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ. ഇത് അവിടുത്തെ വീടുകളാണ്. ഒരുപാട് വീടുകൾ, ഒരേപോലുള്ള വീടുകളുണ്ട് സൈഡിലൊക്കെ. പിന്നെ എല്ലാത്തിനും സോളാർ പവറുണ്ട്, ഇലക്ട്രിക്കൽ പവറുണ്ട്. അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് ദൂരെ ചിങ്കാൻ മലകളൊക്കെ കാണുന്നുണ്ട്.
ഇനി നമുക്ക് ഇത്രയും ഇങ്ങനെ ദൂരത്തുനിന്ന് കാണുമെങ്കിലും ഇനിയും കുറേ ദൂരമുള്ള യാത്ര ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ട് പോവാം. ഇപ്പം നമ്മൾ ഏകദേശം ചിംഗാൻ മലകളിലെത്തി. വളവും തിരിവും കയറ്റവും ഇറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരെ പോകുന്ന റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് പോകേണ്ട റിസോർട്ട്. അതായത് കേബിൾ കാർസും ആക്ടിവിറ്റീസും പിന്നെ സ്നോ ബോർഡിങ്ങും എല്ലാം ഉള്ള ആമിർ സോയ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് വരുന്നതാണ്. ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ആമിർ സോയ് റിസോർട്ടിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഞാൻ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ ടു ഓൾ. God bless you. See you. Bye bye.